അടുത്തത് നമ്മളോട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് അനീഷാണ്. അദ്ദേഹം ഇവിടെ 5:30 തന്നെ വന്നതാണ്. ഞാൻ വേദിയിൽ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം ഒത്തിരി പേപ്പറുകൾ റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം സമയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വിശദമായി ഒളശയിലെ മീറ്റിങ്ങിൽ ഏതാണ്ട് അരമണിക്കൂറിൽ മേളിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ട് നമ്മളോട് കേസുകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഇന്നിവിടെ സമയക്കുറവ് കൊണ്ട് 2 മിനിറ്റേ സംസാരിക്കുന്നുള്ളൂ. എന്താണ് കേസ്, അല്ലെങ്കിൽ ഏതൊക്കെ കേസാണ് നിലനിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജ്ഞാനായ സമുദായ അംഗങ്ങളെ, എല്ലാവർക്കും ഹൃദ്യമായ വന്ദനം. സമയത്തിൻ്റെ അതിഗൗരവപരമായ പരിമിതിയിൽ നിന്നുകൊണ്ട് 2 മിനിറ്റ് ഒതുക്കുന്നതിൽ തന്നെ കൂടുതൽ ഗൗരവപരമായ ഒരു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന നമുക്കറിയാം ഒരു സർക്കുലറിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ 315 നമ്പർ സർക്കുലർ നമുക്കറിയാം, കോട്ടയം രൂപതയിലെ നിയമസംഗ്രഹം നാം എല്ലാവരും അറിഞ്ഞും നാം എല്ലാവരും അനുവദിച്ചും നാം എല്ലാവരും പങ്കാളികളായും നിർമ്മിക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇപ്പോൾ കൂടുതലായി നിയമസംഗ്രഹങ്ങൾ അല്ലെങ്കിൽ അൽമായർക്കുള്ള അധികാരങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് തന്നെയും അൽമായരുടെ അധികാരങ്ങൾ കൂടുതലായി വ്യക്തമാക്കിക്കൊണ്ട് വന്നിരുന്ന പല മാർപ്പാപ്പമാരുടെയും ആജ്ഞകൾക്കും അനുമതിക്കും അനുസൃതമായിട്ടാണ് നിയമസംഗ്രഹം ഉണ്ടാക്കാൻ ഓരോ രൂപതയ്ക്കും അനുമതി നൽകിയിരുന്നത്. ഓരോ രൂപതയ്ക്കും അതിൻ്റെ അനന്യതയിലും അതിൻ്റെ വ്യക്തിപരമായ സ്വഭാവ വിശേഷങ്ങളിൽ പ്രത്യേകിച്ചുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നുകൊണ്ടാണ് ഓരോ രൂപതയ്ക്കും ഓരോ നിയമസംഗ്രഹം ഉണ്ടാക്കുവാനുള്ള അനുമതി ലഭിച്ചത്. അങ്ങനെ അനുമതി ലഭിച്ചപ്പോൾ നാം എല്ലാവരെയും പങ്കാളികളാക്കി വേണമായിരുന്നു തീർച്ചയായിട്ടും ആ നിയമസംഗ്രഹം ഉണ്ടാക്കുവാൻ. നിർഭാഗ്യവശാൽ അങ്ങനെ നാം എല്ലാവരും അറിഞ്ഞല്ല ചെയ്തത്. എങ്കിൽ കൂടിയും ഒരു നിയമസംഗ്രഹം നിലവിൽ ഉണ്ട് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു നിയമസംഗ്രഹം ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് പോലും വ്യത്യസ്തമായി ഒരു സർക്കുലറാണ് ഈ അടുത്ത കാലത്ത് വന്നത്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട നീണ്ടൂർ ഇടവക അംഗം കൂടിയായ ചാക്കോ ചേട്ടനൊക്കെ വളരെ വ്യക്തമായി പഠിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ KSSൻ്റെ പ്രസിഡൻറ്റും ഈ നീണ്ടൂർ ഇടവകയുടെ തന്നെ ശക്തനായ വക്താവുമൊക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചേട്ടനുമൊക്കെ ഉൾപ്പെടെ വളരെ വ്യക്തമായ രീതിയിൽ ഒരു കേസ് ഇപ്പം കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യമേ പറയുന്നുള്ളൂ, മെത്രാൻ ഇത്രയും അധികാരം പലപ്പോഴും പറയുന്നു നിയമസംഗ്രഹത്തിൽ നിയമാവലിക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിച്ചു എന്ന്. നിയമാവലിക്ക് അനുസൃതമായിട്ട് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് ഈ സർക്കുലറിൽ കാണാൻ കഴിയുന്നില്ല. പല വ്യത്യസ്തമായ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒന്നും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചുള്ള 2:2 എന്നുള്ളൊരു അനുപാതം, രൂപതയിലേക്ക് പോകാനുള്ള 2:2 എന്നുള്ള അനുപാതം നാളിതുവരെ ഇല്ലായിരുന്നു. സ്ത്രീകളാരും മേളിൽ ചെന്നാൽ അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കോട്ടയം രൂപതയുടെ മെത്രാൻ ഇപ്പോൾ ഒരു സർക്കുലറിൽ പ്രത്യേകമായി എഴുതി ചേർത്തിരിക്കുന്നു. ഇവിടെ നിന്ന് പോകേണ്ടവരുടെ അനുമാനം എന്ന് പറയുന്നത് 2:2, ഏതാണ്ട് 50% അല്ലെങ്കിൽ കൃത്യമായ പകുതിക്ക് വെച്ചുകൊണ്ട് ആളുകളെ കോട്ടയം രൂപതയുടെ പാസ്റ്റർ കൗൺസിലിലേക്ക് വിടാനുള്ള ഒരു സംവിധാനം പുതിയ സർക്കുലറിലൂടെ. ഇതിനു മുമ്പ് അങ്ങനെ ഒരു നിയമസംഗ്രഹത്തിൽ അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. എന്തുകൊണ്ടാണ് ആ പുതിയ ക്ലോസ് എഴുതി ചേർത്തത്? സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കരുതിയല്ല, സ്ത്രീകളോടുള്ള ബഹുമാനത്തെ കരുതിയല്ല, സ്ത്രീകൾ ശാക്തീകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തെ മുൻനിർത്തിയല്ല. അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ക്രൈസ്തവ സ്നേഹത്തെ മുൻനിർത്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ നോ എന്ന് പറയുന്നത്. പകരം ഈ സ്ത്രീകൾ അബലയാണെന്ന് കണ്ടെറിഞ്ഞുകൊണ്ട് ഇതിൽ കൂടുതൽ ശബ്ദിക്കില്ല എന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് വളരെ വിദഗ്ധമായ രീതിയിൽ സ്ത്രീകളെ ഇപ്പോൾ കൂടുതലായിട്ട് ആണുങ്ങളുടെ അതേ അനുമാനത്തിൽ തന്നെ സ്ത്രീകളും വേണമെന്ന് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് ക്രൈസ്തവ വിരുദ്ധമായതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. കാരണം ശബ്ദിക്കുന്ന ആളുകളെയാണ് ഓരോ അല്ലെങ്കിൽ ഇത് നിയമനിർമ്മാണ സഭകളിൽ ആവശ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ രീതിയിൽ. സൺഡേ സ്കൂൾ അധ്യാപകർ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ എങ്ങനെയാണ് നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത്? സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാവരും കൂടി ജനാധിപത്യപരമായ രീതിയിൽ
എനിക്കും നിങ്ങൾക്കും ഉള്ള അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും കൂടി തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ഒരാളെ അപ്പോയിൻ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വിചിത്രമായ രീതിയിൽ, തന്ത്രപരമായ രീതിയിൽ നേരത്തെ ഈ ഇടവക വികാരിമാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പുതുപ്പറമ്പിൽ അച്ഛനെ പോലെയുള്ള ആളുകളാണെങ്കിൽ എത്ര വിദഗ്ധമായിട്ടായിരിക്കും നേരത്തെ അവർക്ക് വേണ്ട ആളുകളെ അവരവിടെ അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നേരത്തെ അറിയാം. വളരെ വിദഗ്ധമായി അവർ ഏതാണോ അവർക്ക് അനുയോജ്യമായ ആളെ ഹെഡ് മാസ്റ്ററായിട്ട് വെക്കുകയും അതിനുശേഷം ഒരു പുതിയ സർക്കുലർ ഇറക്കുകയാണ്. പ്രെയർ അല്ല, അതിനുശേഷം ഇനി നിങ്ങൾ ഹെഡ് മാസ്റ്റർമാരെ ഈ നിയമസംഗ്രഹം പോലെയുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുന്ന നിയമനിർമ്മാണ സഭയിലേക്ക് ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെയാണ് ആവശ്യമെന്ന് പുതിയ സർക്കുലറിലൂടെ എഴുതി വെക്കുകയാണ്. എത്ര വിചിത്രമായിട്ടാണ്! ലോകത്ത് ഇങ്ങനെ ഒരു വിചിത്രമായ നിയമം ഒരുപക്ഷെ വ്ളാഡിമിർ പുടിൻ്റെ റഷ്യയിലും അല്ലെങ്കിൽ കിങ്കോ മറ്റേ കൊറിയയിലും ഏകാധിപത്യപരമായ ആളുകളുടെ ഇടയിൽ മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ വിചിത്രമായ കുറേ സർക്കുലർ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നിയമാവലിക്ക്, ഏത് നിയമാവലി, ബിഷപ്പിൻ്റെ തന്നെ എഴുതിയുണ്ടാക്കിയ നിയമാവലിക്ക് വിരുദ്ധമായി വീണ്ടും ഏകപക്ഷീയപരമായ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് 100% തീരുമാനിപ്പിച്ചുറപ്പിച്ചതുപോലെ ഒരു പുതിയ സർക്കുലർ എഴുതിക്കൊണ്ട് കേരളത്തിൽ ഒരു പുതിയ നിയമാവലി അല്ലെങ്കിൽ ഒരു പുതിയ നിയമസംഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ പടി ഇവർ രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ചതുപോലെ ആരും അറിയാതെ കുറേ അഡ്വക്കേറ്റ്മാരെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചു വരുത്തിയിട്ട് ഒരു പുതിയ നിയമസംഗ്രഹത്തിൻ്റെ ഡ്രാഫ്റ്റ് പാസ്സാക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരു സത്യം തന്നെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതിനാൽ എനിക്കത് പറയുന്നതിന് ഇപ്പോൾ മടിയുമില്ല. പക്ഷേ ചില അഡ്വക്കേറ്റ്മാർ കർശനമായി പറഞ്ഞു അത് പഠിച്ചതിന് ശേഷം മാത്രമേ അത് പാസ്സാക്കാൻ പാടുള്ളൂ. കാരണം എന്നെയും നിങ്ങളെയും ഈ മുഴുവൻ ജ്ഞാനായ അംഗങ്ങളെയും ബാധിക്കുന്ന, ഇവിടെ മാത്രമല്ല നമ്മൾ പോയിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന അറ്റ്ലാന്റയിൽ നിന്ന് വന്നിരിക്കുന്ന ചേട്ടനെയും അല്ലെങ്കിൽ ഇവിടെയുള്ള നീണ്ടൂരുള്ള ജോർജ് ചേട്ടനെയും ഒക്കെ ഉൾപ്പെടെ എല്ലാവരെയും ബാധിക്കുന്ന നിയമസംഗ്രഹം ഒറ്റ മണിക്കൂർ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി എടുത്തുകൊണ്ട് അത് രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് എത്ര മോശകരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സമയം തന്നപ്പോഴാണ് മനസ്സിലായത് ഈവൻ ഒരു പള്ളിയിലെ മൈക്ക് സെറ്റ് അറേഞ്ച് ചെയ്യുന്നത് പോലും, അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ചുള്ള മൈക്ക് സെറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് പോലും അതിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു എന്ന് പറയുന്ന ഇവർ നാളിതുവരെ ഒരു പള്ളിയിലെ കൈക്കാരന്മാരുമായി ബന്ധപ്പെട്ട് അത് ചോദിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. KCC പോലെയുള്ള സംഘടനകൾ പഠിക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടില്ല. സ്ത്രീകളോട് ചോദിച്ചിട്ടില്ല, അവരുടെ കാര്യത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചിട്ടില്ല. KCVയിൽ ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും കൂടാര യോഗങ്ങളിൽ സംസാരിച്ചിട്ടില്ല. എത്ര വിചിത്രമായിട്ടാണ് ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ ഈ നിയമസംഗ്രഹം പരിഷ്കരിച്ച് ഒരു പുതിയ നിയമസംഗ്രഹം ഉണ്ടാക്കുവാൻ തോന്നുന്നത്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി എല്ലാ അധികാരങ്ങളും ഒരാളിൽ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അരാജകവാദം എന്നാണ് നാളിതുവരെ നാം ഏവരും സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിച്ചിരിക്കുന്നത്. ആ അരാജക ശാസ്ത്രമാണ് ക്രൈസ്തവ ശാസ്ത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. ആരെങ്കിലും പറയുകയാണ് മെത്രാനെ എതിർക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ തിന്മയാണ് എതിർക്കുന്നത്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറിലും ഒരാളിൽ ഒന്ന് ചേരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഏകാധിപതികളുടെ ശാസ്ത്രമായതുകൊണ്ട് ആ ശാസ്ത്രത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്തു ശാസ്ത്രമാണ് ബഹുമാനപ്പെട്ട മെത്രാൻ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കൂടിയിരിക്കുന്നവരോട് മാത്രമല്ല, ഈ കോട്ടയം രൂപതയിലെ എല്ലാ ഇടവകകളിലും നിങ്ങൾ പോയി ഈ പുതിയ നിയമസംഗ്രഹം എൻ്റെയും നിങ്ങളുടെയും നിയമസംഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഐക്യത്തിൻ്റെ ഭാഷയിൽ, സാഹോദര്യത്തിൻ്റെ ഭാഷയിൽ ചർച്ച ചെയ്തുകൊണ്ട് അത് നടപ്പാക്കുവാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബഹുമാനപ്പെട്ട മിസ്റ്റർ മെത്രാൻ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു പേഴ്സണൽ വിരോധവുമില്ല. തെറ്റ്, തിന്മ, അത് ക്രൈസ്തവ വിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള അരാജകവാദങ്ങൾ, ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾ തെറ്റാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുവാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു പ്രാൽ സാറിനെ പോലെയുള്ള കാലങ്ങളോളം പഴക്കമുള്ള നേരിൻ്റെ ശബ്ദം ഉയർത്തിക്കാട്ടിയ നിരവധി ആൾക്കാരുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഇതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസംഗ്രഹം ഉണ്ടാക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ദൈവശാസ്ത്രം, ആ ദൈവശാസ്ത്രം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇവരിത്തരത്തിൽ സീറോ മലബാറിൻ്റെ അടിമകൾ എന്ന നിലയിലോ
അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ കേരള നാട്ടിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും കർദിനാൾമാർ പറയുന്നത് പോലെ അനുസരിച്ച് ചെയ്യുന്ന ഒരു നിയമസംഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത് ഇത് പാടില്ല. നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമല്ല, ഈ സമൂഹം നിലനിൽക്കണം, കാലങ്ങളോളം ചന്ദ്രനുള്ള കാലത്തോളം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1911 വിശുദ്ധനായ, അടിവരയിട്ട് പറയണം, വിശുദ്ധനായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ലൂർദ് സ്വാമി പറഞ്ഞു, അല്ലെങ്കിൽ സാന്ദ്രി പിതാവ് പറഞ്ഞു, അതിനേക്കാൾ എത്രയോ ഉന്നതമായ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ വായിക്കണം. വിശുദ്ധനായ 10-ാം പിയൂസ് നമുക്ക് നൽകിയ സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ് നൽകിയ നമ്മുടെ വംശാവലി അതിനിയും തുടർന്നു പോകുവാൻ, ഇനി വരുന്ന തലമുറയ്ക്ക്, നാളുകളിൽ വരാനിരിക്കുന്ന തലമുറകൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, അവരുടെ തലമുറകൾക്ക്, ഈ കാലങ്ങളോളം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ജ്ഞാനായ സമുദായങ്ങൾക്ക് മുഴുവൻ നിലനിൽക്കാൻ ആവശ്യമായ വിധത്തിൽ നമ്മുടെ നിയമസംഗ്രഹവും രൂപപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും വരും ഈ നിയമസംഗ്രഹത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. ഇത്രയും ചർച്ചകളായ സ്ഥിതിക്ക് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ തലമുറകളുടെയും ജനാധിപത്യപരമായ രീതിയിൽ അവകാശം വിനിയോഗിക്കേണ്ട ഓരോ ജ്ഞാനായക്കാരൻ്റെയും അവൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ആ നിയമസംഗ്രഹത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പരിമിതമായ അവസരം തന്നതിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.